1092 അടി നീളവും 257 അടി വീതിയും 244 അടി ഉയരവുമുള്ള ഒരു 24 നില കെട്ടിടത്തിന്റെ ഉയരം വരെയുള്ള അമേരിക്കയുടെ പടക്കപ്പൽ. അതാണ് ഹാരി എസ് ട്രൂമാൻ. ഈ പേര് കുറച്ച് ദിവസങ്ങളായി മുഴങ്ങിക്കേൾക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ സ്ഥിരമായി കേട്ടിരുന്ന പേര് പിന്നീട് കുറച്ചായി അപ്രത്യക്ഷമായിരുന്നു. യമനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് തിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി ശ്രേണിയിലെ 8ാമൻ. ട്രംപിന്റെ ഈ സൂപ്പർ കാരിയറിന് ഏകദേശം 90 വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും. കൂടാതെ 4.5 ഏക്കർ വലിപ്പമുള്ള ഒരു ഫ്ലൈറ്റ് ഡെക്കുമുണ്ട്. ഫ്ലൈറ്റ് ഡെക്കിനും ഹാങ്കർ ബേയ്ക്കുമിടയിൽ വിമാനങ്ങൾ നീക്കാൻ 3880 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 എലിവേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു യുദ്ധലോഡിൽ ഏകദേശം 97,000 ടൺ മാറ്റിസ്ഥാപിക്കുകയും 6250 ക്രൂ അംഗങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യും. ഈ യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ 2007 $4.5 ബില്യൺ രൂപ ചിലവായിട്ടുമുണ്ട്. കപ്പലിൽ 66,220 പൗണ്ട് ഭാരമുള്ള 5 ബ്ലേഡുള്ള പ്രൊപ്പല്ലറുകളുണ്ട്. കൂടാതെ 30 നോട്ടിൽ കൂടുതൽ വേഗതയിൽ കപ്പലിനെ ഓടിക്കാനും കഴിയും. ട്രംപിന് യമനോട് അരിശം മൂത്ത് ഹൂതി നിയന്ത്രണ ജനവാസ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തോടെയാണ് ഹൂതികൾ ചെങ്കടലിൽ ഹാരി എസ് ട്രൂമാനെ ആക്രമിക്കാൻ തുടങ്ങിയത്. അമേരിക്കയുടെ ചെങ്കടലിലെ ഭീമനെ തൊട്ടാണ് ഹൂതികളുടെ ഇപ്പോഴത്തെ നീക്കം. സൂപ്പർ പവറായ അമേരിക്കയ്ക്കുള്ള മറുപടിയായി ഹൂതികൾ ലക്ഷ്യമിടുന്നത് ഈ കപ്പലിനെയാണ്. എന്താണ് അമേരിക്കയുടെ ഈ കപ്പലിനെ ഹൂതികൾ നിരന്തരം ലക്ഷ്യമിടുന്നത്? എന്താണ് ഹാരി എസ് ട്രൂമാന്റെ ചെങ്കടലിലുള്ള പ്രസക്തി? 2024 ഡിസംബർ മുതൽ ചെങ്കടലിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന എയർക്രാഫ്റ്റ് കാരിയറാണ് USS ട്രൂമാൻ അഥവാ CVN-75. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 33ാമത്തെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. 1996 ലോഞ്ച് ചെയ്ത കപ്പൽ കമ്മീഷൻ ചെയ്യുന്നത് 1998 സുപ്രധാന പല യുദ്ധമുഖങ്ങളിലെല്ലാം ഹാരി ട്രൂമാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ കൊമ്പനായ ട്രൂമാൻ ആഗോള സൈനിക മേധാവിത്വത്തിലും US-ന് കൂടുതൽ കൂട്ടാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹൂതികൾ ചെങ്കടൽ, ബാബൽ മന്ദബ് കടലിടുക്ക്, അറബിക്കടൽ എന്നിവയിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ട് തുടങ്ങിയത്. ഇസ്രയേലിലേക്കുള്ള കപ്പലിനെയും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരെയും കപ്പലുകളെയും ഹൂതികൾ നിരന്തരം ആക്രമിച്ചിരുന്നു. ഇസ്രയേലിനെ സഹായിക്കുന്നതിൽ പ്രധാനിയായതുകൊണ്ട് അമേരിക്കൻ കപ്പലുകളും ഹൂതികളുടെ നിരന്തര ആക്രമണ പാത്രമായിരുന്നു. ആഗോള ചരക്ക് ഗതാഗതത്തെ വരെ ഹൂതികളുടെ ആക്രമണം കാര്യമായി സ്വാധീനവും ചെലുത്തിയിരുന്നു. 2023 നവംബറിൽ ചെങ്കടലിലൂടെ പോകുകയായിരുന്ന ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുത്താണ് വൻ യുദ്ധത്തിന് തുടക്കം ആകുന്നത്. ഇസ്രയേലുമായി ബന്ധമുള്ളതിനാലാണ് കപ്പൽ റാഞ്ചിയതെന്നും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും വരെ ഇസ്രയേലുകാരുടെയും അവരുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ഹൂതികൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഇങ്ങോട്ട് 130-ലധികം ആക്രമണങ്ങളാണ് ചരക്ക് വ്യാപാര കപ്പലുകൾക്കെതിരെ ഹൂതികൾ ചെങ്കടലിൽ നടത്തിയത്. പലതും തകർന്നു, ചിലത് അപ്പാടെ മുങ്ങിപ്പോയി. ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ ഇത് വലിയ തോതിലാണ് ബാധിച്ചത്. ഇതിനെതിരെ അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാനിൽ നിന്ന് നിരവധി തവണയാണ് മിസൈലുകൾ ഹൂതികൾക്കെതിരെ പാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹൂതികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഹാരി ട്രൂമാൻ. തിരിച്ചടി എന്നോണം നിരവധി തവണയാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വീണ്ടും ഹാരി എസ് ട്രൂമാനിൽ ഹൂതികൾ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. മുൻ US പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്തു തന്നെ ചെങ്കടലിലെ ഹൂതി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൈനിക നീക്കം ആരംഭിച്ചിരുന്നു. എന്നാൽ ട്രൂമാനെ ആക്രമിക്കുന്നത് തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന സഖ്യരാജ്യങ്ങൾക്കുമുള്ള തിരിച്ചടി തന്നെയാണ്. കൂടാതെ ഹൂതികൾക്ക് തങ്ങൾ എത്രത്തോളം ശക്തരാണ് എന്ന് ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുക്കാനുമാകും. മാർച്ച് 16 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിലേക്ക് ഹാരി എസ് ട്രൂമാനിൽ നിന്ന് വീണ്ടും യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു. ഈ വ്യോമാക്രമണത്തിൽ 50-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന കപ്പലാക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ യമന് മുകളിൽ തീമഴ പെയ്യുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ട്രംപ് തൊടുക്കുന്ന ഓരോ ആക്രമണങ്ങൾക്കും തിരിച്ചടി ഹാരി എസ് ട്രൂമാനിന്റെ മുകളിൽ തീമഴ പെയ്യിച്ചാണ് ഹൂതികൾ മറുപടി നൽകിയത്. എന്നാൽ ട്രൂമാന് സമീപമെത്തിയ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഒന്നിനു പോലും ട്രൂമാന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല എന്നും അമേരിക്ക പറയുന്നു.
ഹൂതികൾക്ക് ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാം. ഹൂതികളെ മാത്രമല്ല സഹായിക്കുന്നവരെയും പിന്തുണയ്ക്കുന്നവരോടും ശിക്ഷിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതോടെ കഴിഞ്ഞ 2 വർഷത്തോളം ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടൽ യുദ്ധം കരയിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. ഖമേനി തങ്ങൾക്ക് നേരെയുള്ള കുന്തമുന തിരിച്ചിരിക്കുകയാണ്. എന്നാൽ 74 തവണ ഹാരി എസ് ട്രൂമാന് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഹൂതികൾ പറയുന്നത്. ഹൂതികൾ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ, കപ്പൽ പിടിച്ചെടുക്കൽ എന്നിവ തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചു. ഇത് ചരക്ക് നീക്കത്തെ അടക്കം ബാധിക്കുകയും വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതിലേക്കാണോ ഈ ആക്രമണങ്ങളും ചെന്നെത്തുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന എല്ലാ തരത്തിലുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പലുകൾ സൂയിസ് കനാലിലൂടെ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബലൻ മന്ദബിലെത്തി വേണം അറബിക്കടലിലേക്ക് കടക്കാൻ. അതായത് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടിനടുത്താണ് യമനും യമന്റെ ഭൂരിഭാഗം പ്രദേശവും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ഹൂതികളുള്ളത്. ഇവരുടെ തന്നെ നിയന്ത്രണത്തിലിരിക്കുന്ന ബാബലൻ മന്ദബ് ഹൂതികൾ കപ്പലാക്രമണത്തിന് തിരഞ്ഞെടുത്തതോടെയാണ് ഈ വഴി അപകട വഴിയായി മാറിയിരിക്കുന്നത്.